നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രതിസന്ധികളിൽ തളരാതെ സർക്കാർ മുന്നോട്ടു പോയി. രണ്ടാം ഊഴത്തിലെ 4ാം വാർഷികാഘോഷം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് കാസർഗോഡ് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. EMS മത്സരിച്ച് വിജയിച്ച മണ്ണിൽ തന്നെ 4ാം വാർഷികം ആഘോഷത്തിന് തുടക്കം കുറിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിസന്ധികളിൽ തളരാതെ സർക്കാർ മുന്നോട്ടു പോയെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. ദുരന്തകാലത്ത് നാട് കാണിച്ച ഒരുമയും സർക്കാരിന്റെ പ്രവർത്തനങ്ങളും ഉയർത്തിക്കാട്ടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. തകർന്നടിഞ്ഞു കിടന്ന നാടിന്റെ ഭരണസാരഥ്യമാണ് ജനങ്ങൾ LDFനെ ഏൽപ്പിച്ചത്. ഈ നാടിനെ കാലോചിതമായി മാറ്റി തീർക്കണം. മറ്റു പ്രദേശങ്ങളിൽ ലഭിക്കുന്ന വികസനം ഈ നാടിന് വേണം തുടങ്ങിയ ദൗത്യമാണ് ജനങ്ങളെ ഏൽപ്പിച്ചത്. ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. ഒട്ടേറെ പ്രകൃതി ദുരന്തങ്ങൾ, മാരകമായ പകർച്ചവ്യാധികൾ, ഇവയെല്ലാം നാടിനെ തകർച്ചയിലേക്ക് നയിക്കും വിധമായിരുന്നു. പക്ഷെ നമുക്ക് തകരാൻ പറ്റുമായിരുന്നില്ല. നമുക്ക് ഇവയെ അതിജീവിച്ചേ മതിയാകൂ ഉള്ളൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിനീത വധക്കേസ് തെറ്റ് ചെയ്യാത്തതുകൊണ്ട് പ്രായച്ചിത്തമില്ലെന്ന് പ്രതി. വിധി 24-ന്. തിരുവനന്തപുരം അമ്പലമുക്ക് വിനീത കൊലപാതക കേസ് വിധി ഈ മാസം 24-ന് പ്രസ്താവിക്കും. പ്രതി തമിഴ്നാട് സ്വദേശി രാജേന്ദ്രൻ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. ഒരു തെറ്റും ചെയ്യാത്തതുകൊണ്ട് പശ്ചാത്താപമില്ലെന്ന് പ്രതി രാജേന്ദ്രൻ കോടതിയിൽ പറഞ്ഞു. ഇവിടെ അല്ലെങ്കിൽ ഉയർന്ന കോടതിയിൽ നിരപരാധിയാണെന്ന് തെളിയും. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കണമെങ്കിൽ കോടതിക്ക് ശിക്ഷിക്കാമെന്നും പ്രതി രാജേന്ദ്രൻ പറഞ്ഞു. പ്രതി കൊടും കുറ്റവാളിയെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ M. സലാഹുദ്ദീൻ കോടതിയിൽ അറിയിച്ചു. ഒരു സീരിയൽ കില്ലർ എന്ന നിലയിൽ പ്രതി സമൂഹത്തിന് ഭീഷണിയെന്നും വധശിക്ഷയ്ക്ക് വിധിക്കണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. നദിയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. വട്ടിയൂർക്കാവ് ആയിരവല്ലി ക്ഷേത്രക്കടവിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. തിരുവനന്തപുരം കേശവദാസപുരം സ്വദേശി രാഹുലാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. ഓൺലൈൻ ഡെലിവറി ജീവനക്കാരനായ രാഹുലും സുഹൃത്തുക്കളായ 4 പേരും ചേർന്നാണ് കരമനയാറ്റിൽ കുളിക്കാനായി ആയിരവള്ളി മേലേക്കടവിലെത്തിയത്. കുളിക്കാനിറങ്ങിയ രാഹുൽ ചെളിയിൽ മുങ്ങിത്താഴുകയായിരുന്നു. സുഹൃത്തുക്കൾ അറിയിച്ചതിനെ തുടർന്ന് വട്ടിയൂർക്കാവ് പോലീസ് സ്ഥലത്തെത്തി ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. തിരുവനന്തപുരം ഫയർ സ്റ്റേഷനിൽ നിന്ന് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഷാജി ഖാന്റെ നേതൃത്വത്തിലുള്ള സ്കൂബ ടീം സ്ഥലത്തെത്തുകയും 2.5 മണിക്കൂറോളം പരിശോധന നടത്തുകയും ചെയ്തതോടെ കടവിൽ നിന്നും 20 മീറ്റർ മാറിയാണ് മൃതദേഹം കണ്ടെത്തിയത്. എറണാകുളം കോതമംഗലത്ത് ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗാലറി തകർന്നു വീണുണ്ടായ അപകടത്തിൽ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു. പരിപാടിക്ക് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ പാലിച്ചില്ലെന്ന് പോലീസ് പറഞ്ഞു. അനുമതിയില്ലാതെയാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ടൂർണമെന്റിനെ കുറിച്ച് പഞ്ചായത്തിനെ അറിയിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട പോലീസിന് റിപ്പോർട്ട് നൽകും. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് ഗാലറി തകർന്നു വീണത്. ഹീറോ ഹെങ്സ് എന്ന ക്ലബ്ബ് നടത്തിയ ടൂർണമെന്റിനിടെയാണ് അപകടം. ഫൈനൽ മത്സരമായതിനാൽ പതിവിലും കൂടുതൽ കാണികൾ എത്തിയിരുന്നു. താൽക്കാലികമായി നിർമ്മിച്ച തടി കൊണ്ടുള്ള ഗാലറിയാണ് തകർന്നത്. 4000-ഓളം പേരാണ് മത്സരം കാണാൻ എത്തിയത്. സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ. കൊല്ലപ്പെട്ടത് 8 പേർ. ഏറ്റുമുട്ടൽ തുടരുന്നു. ജാർഖണ്ഡിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 8 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ബൊക്കാറോ ജില്ലയിലെ ലൽപ്പനിയയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളിൽ സർക്കാർ തലയ്ക്ക് 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ച വിവേക് എന്നയാൾ ഉൾപ്പെടും. നിലവിൽ പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിനെ തുടർന്ന് 22 മാവോയിസ്റ്റുകളെ അറസ്റ്റ് ചെയ്തിരുന്നു. ബീജാപൂർ ജില്ലയിലെ ടെക്മൽട്ട ഗ്രാമത്തിലെ കാട്ടുപ്രദേശത്ത് പോലീസ് നടത്തിയ ഓപ്പറേഷനിലാണ് സംഘം പിടിയിലായത്. തലസ്ഥാനത്ത് CPM-ൽ തലമുറ മാറ്റം. വയനാട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ 2 പുതുമുഖങ്ങൾ. തിരുവനന്തപുരത്തും വയനാട്ടിലും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചു. 5 പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയാണ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചത്. MLA-മാരായ CK ഹരീന്ദ്രൻ, IB സതീഷ് എന്നിവർ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെട്ടു. C ലെനിൻ, B സത്യൻ, PS ഹരികുമാർ എന്നിവരാണ് പുതുമുഖങ്ങൾ. ജയൻ ബാബു സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാകുകയും ചെയ്തു. ഞായറാഴ്ച ജില്ലാ കമ്മിറ്റി ചേർന്നാണ് പുതിയ സെക്രട്ടേറിയറ്റിനെ തെരഞ്ഞെടുത്തത്. 12 പേരാണ് സെക്രട്ടേറിയറ്റിലുള്ളത്. തിങ്കളാഴ്ച ചേർന്ന വയനാട് ജില്ലാ കമ്മിറ്റിയാണ് പുതിയ 8-അംഗ ജില്ലാ സെക്രട്ടേറിയറ്റിനെ തെരഞ്ഞെടുത്തത്. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയ മുൻ ജില്ലാ സെക്രട്ടറി P ഗഗാറിനെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി. കോട്ടാത്തറ ഏരിയ സെക്രട്ടറി M മധു, രുക്മിണി നുബ്രഹ്മണ്യൻ എന്നിവരാണ് സെക്രട്ടേറിയറ്റിലെ പുതുമുഖങ്ങൾ. B ഉഷാകുമാരി, മന്ത്രി OR കേളു എന്നിവർ ഒഴിവായി. K റഫീഖ്, AN പ്രഭാകരൻ, VV ബേബി, PK സുരേഷ്, PV സഹദേവൻ എന്നിവരാണ് മറ്റംഗങ്ങൾ. ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങി. ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങി. വത്തിക്കാനിലെ വസതിയിൽ പ്രാദേശിക സമയം പുലർച്ചെ 7:35-നായിരുന്നു അന്ത്യം. 88 വയസ്സായിരുന്നു. 11 വർഷം ആഗോള സഭയെ നയിച്ച പിതാവാണ് വിടവാങ്ങിയത്. മാർപ്പാപ്പയുടെ വിയോഗത്തിൽ അനുശോചന പ്രവാഹമാണ്. അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിൽ 1936 ഡിസംബർ 7-നായിരുന്നു ജനനം.
ഹോർഗെ മരിയോ ബെർഗോളിയോ എന്നായിരുന്നു യഥാർത്ഥ പേര്. 1958 ഈശോ സഭയിൽ ചേർന്നത്. 1969 ഡിസംബർ 13 പൗരോഹിത്യം സ്വീകരിച്ചു. 2001 ഫെബ്രുവരി 1 കർദിനാളായി. 2013 മാർച്ച് 13 മാർപ്പാപ്പ പദവിയിലെത്തി. കത്തോലിക്ക സഭയുടെ 266 മാർപ്പാപ്പയായിരുന്നു. വീടിനോട് ചേർന്നുള്ള പശുത്തൊഴുത്തിൽ കസേരയിൽ ഇരിക്കുന്ന നിലയിൽ അടുത്തു ചെന്ന് നോക്കിയപ്പോൾ കഴുത്തറുത്ത നിലയിൽ. കോഴിക്കോട് തിരുവമ്പാടിയിൽ 72-കാരിയെ കഴുത്തു മുറിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തി. ആനക്കാംപൊയിൽ ഓടപ്പൊയിൽ കരിമ്പിൻപുരയിടത്തിൽ റോസമ്മയാണ് മരിച്ചത്. വീടിനോട് ചേർന്നുള്ള പശുത്തൊഴുത്തിൽ കസേരയിൽ ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൈഞ്ഞരമ്പ് മുറിച്ച നിലയിലാണ്. തിരുവമ്പാടി പോലീസും ഫോറൻസിക് ഫിംഗർ പ്രിന്റ് ഡോഗ് സ്ക്വാഡ് സംഘങ്ങളും സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. ആത്മഹത്യയാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൊട്ടാരക്കരയിൽ അപകടം, ബൈക്ക് യാത്രികൻ മരിച്ചു. മുൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ടെനി ജോപ്പൻ കസ്റ്റഡിയിൽ. നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ചാണ് അപകടം നടന്നത്. ഇഞ്ചക്കാട് സ്വദേശി ഷൈനാണ് മരിച്ചത്. 34 വയസ്സായിരുന്നു. കാർ ഓടിച്ച ടെനി ജോപ്പൻ പോലീസ് കസ്റ്റഡിയിലാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു ടെനി ജോപ്പൻ. ഇദ്ദേഹം ഓടിച്ച കാർ ഷൈൻ സഞ്ചരിച്ച ബൈക്കിനെ ഇടിച്ചിട്ട ശേഷം സമീപത്തെ വീട്ടിലേക്ക് ഇടിച്ചു കയറി. പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സ്ഥലത്തെത്തിയ പോലീസ് ടെനി ജോപ്പനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അപകടത്തിന്റെ കാരണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. മരിച്ച യുവാവിന്റെ മൃതദേഹം പോലീസിന്റെ നിയമ നടപടിക്രമങ്ങൾക്കും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഡ്രഡ്ജർ കമ്പനി നടത്തിയ ചർച്ച വിജയം. മുതലപ്പൊഴി മുറിക്കാൻ തീരുമാനമായി. മുതലപ്പൊഴി അഴിമുഖം മണൽ കയറി അടഞ്ഞ വിഷയത്തിൽ പൊഴി മുറിക്കാൻ തീരുമാനം. സംയുക്ത സമരസമിതിയുമായി ഡ്രഡ്ജർ കമ്പനി നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. പൊഴിയുടെ 3/4 ഭാഗം മുറിക്കാനാണ് തീരുമാനം. സമരസമിതിയുമായി നടത്തിയ ചർച്ച വിജയകരമാണെന്ന കരാർ എടുത്ത രാജേശ്വരി പിള്ള അറിയിച്ചു. 3 മീറ്റർ ആഴത്തിലും 13 മീറ്റർ വീതിയിലുമാണ് പൊഴി മുറിക്കുന്നത്. കായലിൽ നിന്നും 90 മീറ്റർ നീളത്തിൽ മണൽ നീക്കം ചെയ്യും. 130 മീറ്റർ നീളത്തിലാണ് മണൽത്തിട്ട രൂപപ്പെട്ടത്. ചന്ദ്രഗിരി ഡ്രഡ്ജർ എത്തിയ ശേഷം 40 മീറ്റർ മണൽ നീക്കം ചെയ്യും. പൊഴി മുറിക്കുന്നതിനോടൊപ്പം തന്നെ കൂട്ടിയിട്ടിരിക്കുന്ന മണൽ മാറ്റുവാനുള്ള നടപടികളും ആരംഭിക്കും. ഈ തീരുമാനത്തിലാണ് സംരക്ഷണ സമിതി അനുമതി കൊടുത്തത്.